വാനോളം പ്രതീക്ഷകളുമായി സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിലെത്തിയ ഫ്രഞ്ച് സെൻസേഷൻ കിലിയൻ എംബാപ്പെ ആരാധകരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്റെ ആരാധനാപാത്രമായ പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പാത പിന്തുടർന്നാണ് അദ്ദേഹം റയലിലെത്തിയത്. റൊണോയുടെ പിൻഗാമിയായി മാറാൻ എംബാപ്പയ്ക്ക് മാറുമെന്നും ആരാധകരും ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷെ തന്റെ യഥാർത്ഥ ഫോം റയലിന്റെ കുപ്പായത്തിൽ പുറത്തെടുക്കാൻ ഇനിയും എംബാപ്പയ്ക്ക് ആയിട്ടില്ല. ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫ്രഞ്ച് ടീം കോച്ചും മുൻ ക്യാപ്റ്റനുമായ ദിദിയർ ദശാംസ്. അടുത്തിടെ ഫ്രഞ്ച് ടീമിനെ അദ്ദേഹം തിരഞ്ഞെടുത്തപ്പോൾ എംബാപ്പയെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നില്ല. റയൽ മാഡ്രിഡിൽ വളരെ മോശം സാഹചര്യത്തിലൂടെയാണ് കിലിയൻ എംബാപ്പെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ദിദിയർ ദശാംസ് ചൂണ്ടിക്കാട്ടി. റയലിൽ എംബാപ്പയുടെ സാഹചര്യം ഇപ്പോൾ മോശമാണ്. കരിയറിലെ സന്തോഷകരമായ സമയത്തിലൂടെയല്ല അദ്ദേഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ ടീമിലേക്ക് വരാൻ എംബാപ്പെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പക്ഷേ ഈ ഒരു സമയത്ത് അദ്ദേഹം ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുകയാണ് നല്ലതെന്നും എനിക്ക് തോന്നി. എല്ലാവർക്കും മോശം സമയത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അവിടെ ശാരീരികവും മാനസികവുമായ ഒരു ഘടകമുണ്ടെന്നും ദശാംസ് വ്യക്തമാക്കി. റയലിന് വേണ്ടി സ്പാനിഷ് ലീഗിന്റെ ഈ സീസണിൽ 11 മത്സരങ്ങളിലാണ് എംബാപ്പെ കളിച്ചിട്ടുള്ളത്. ഇവയിൽ നിന്നും നേടാനായത് വെറും 6 ഗോളുകൾ മാത്രവുമാണ്. ഒരു അസിസ്റ്റും നൽകി. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഈ സീസണിലാവട്ടെ ഒരേ ഒരു ഗോൾ മാത്രമേ താരം സ്കോർ ചെയ്തിട്ടുമുള്ളൂ. ടീമിന് വേണ്ടിയുള്ള എംബാപ്പയുടെ സംഭാവനയിൽ റയലിന്റെ ആരാധകരും നിരാശരാണ്. വിമർശനങ്ങളിൽ തളരാതെ റയൽ മാഡ്രിഡിനായി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ശ്രമിക്കണമെന്നാണ് ഫ്രാൻസിന്റെ മുൻ മിഡ്ഫീൽഡർ റോബർട്ടോ പിറസിന്റെ ഉപദേശം. എംബാപ്പെ ഈ വിമർശനങ്ങളെ നേരിടുക തന്നെ വേണം. ശൈലിയിൽ മാറ്റം വരുത്തുകയും വേണം. താൻ മികച്ച ഫോമിൽ അല്ലെന്നത് തിരിച്ചറിയുകയും അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും വേണം. റയൽ മാഡ്രിഡിനായി കളിക്കുന്നത് സ്വപ്നം കണ്ടിട്ടുള്ള താരമാണ് എംബാപ്പെ. താൻ കളിക്കുന്ന അതേ പൊസിഷനിലാണ് വിനീഷ്യസ് റയലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എംബാപ്പയ്ക്ക് അറിയാം. അവിടെ വിനീഷ്യസ് ഉജ്ജ്വലമായി പെർഫോം ചെയ്യുകയും ഒരുപാട് ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. സാഹചര്യങ്ങളുമായി എംബാപ്പെ പൊരുത്തപ്പെടേണ്ടതുണ്ട്. കൂടാതെ ടീമിന്റെ വ്യത്യസ്ത തന്ത്രങ്ങളുമായി ഒത്തുപോവുകയും വേണം. റയൽ മാഡ്രിഡിനെ തള്ളിക്കളയുകയെന്നത് ഏതൊരു താരത്തെ സംബന്ധിച്ചും ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും പിറസ് വിശദമാക്കി. ഫ്രാൻസിലും സ്പെയിനിലും ഒരുപാട് വിമർശനങ്ങൾ എംബാപ്പെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ഏറ്റവും മികച്ച ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് നിർണായക താരമല്ല എംബാപ്പെ. മതിയായ ഗോളുകൾ സ്കോർ ചെയ്യാനോ ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാനോ സാധിക്കുകയും ചെയ്യുന്നില്ല. PSG-യിൽ നിന്നും എത്തിയത് മുതൽ അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയാണ് റയൽ ആരാധകർക്കുള്ളതെന്നും പിറസ് കൂട്ടിച്ചേർത്തു.